ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ മഹത്വമാണ്. ഒരാളെ കണ്ടപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് നീ മരണപ്പെട്ടു പോകും. ദാരിമി ഉസ്താദ് കീഴൂർ പള്ളിയിൽ നിന്ന് എത്ര വട്ടം പ്രസംഗിച്ചു, നിങ്ങൾ ഓരോരുത്തരും മരിച്ചുപോയി. ആര് എപ്പോൾ എവിടെ വെച്ചെങ്ങനെ മരിക്കുമെന്നൊരു നിശ്ചയവും ആർക്കുമില്ല. ഒരു കാര്യം സുനിശ്ചിതമാണ്, ഓരോരുത്തരും മരിച്ചുപോകും. പള്ളിയുടെ ഖബർസ്ഥാനുകളിൽ കൊണ്ടുപോയി നമ്മുടെ ജനാസകൾ അടക്കം ചെയ്യും. ഇതൊക്കെ എത്ര വട്ടം എത്ര ഉസ്താദുമാര് പ്രസംഗിച്ചതാണ്. എനിക്ക് പേടിയുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും പേടിയുണ്ടോ? ആർക്കും പേടിയില്ല. പക്ഷെ ഇതുപോലല്ല, ഒരു സഹാബിയുടെ മുഖത്ത് നോക്കി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നേക്ക് മഗ്രിബിന്റെ ബാങ്ക് പള്ളിയിൽ വിളിക്കുമ്പോഴേക്ക് നീ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്ന്. ആ സഹാബി മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് മരിച്ചു പോകുമല്ല നബിയെ, എന്തു വേണം ഞാൻ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യട്ടെ നബിയേ? കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ പിടിച്ചിട്ട് എന്റെ റബ്ബിനോട് ഞാൻ പശ്ചാത്തപിക്കട്ടെ നബിയേ? ഞാൻ നിസ്കരിക്കട്ടെ നബിയേ? ഞാൻ സുജൂദിൽ കിടന്ന റബ്ബിലേക്ക് ഞാൻ എന്റെ കൽബും കരളുമെല്ലാം എന്റെ റബ്ബിന് സമർപ്പിച്ച് സുജൂദിൽ വീഴട്ടെ നബിയേ? ഞാൻ മരിക്കാൻ പോകുകയാണ്, ഞാൻ എന്താണ് വേണ്ടതെന്ന് ആരംഭപ്പൂവായ മുത്തുനബിയോട് ആ സഹാബി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ ഇൽമു പഠിക്കൂ, നീ അറിവ് പഠിക്കൂ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. ആരെങ്കിലും ഒരാൾ വിജ്ഞാനത്തിന്റെ മജ്ലിസിലേക്ക് പ്രവേശിച്ചാൽ, ആരെങ്കിലും ഒരാൾ വിജ്ഞാനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചവനാണെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കീഴൂരിൽ മഹാനവറുകളുടെ ദർബാറിന്റെ സവിധത്തിൽ സംഘടിപ്പിച്ച വയലിന്റെ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഇരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിന്റെ മജ്ലിസിലാണെന്ന് പറഞ്ഞു. ഹാമിദ് യാസീൻ ജൗഹരി പറഞ്ഞതല്ല, താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യനോട് മുത്തുനബി പറയുകയാണ്, നീ വിജ്ഞാനം പഠിക്കാൻ പോകൂ സഹോദരാ. വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങി പുറപ്പെട്ടു. എന്തിനാണ്? ഉറൂസിന്റെ മജ്ലിസിൽ വന്നിട്ട് തണ്ടി നടക്കാനാണോ? അല്ല. ഏതെങ്കിലുമൊക്കെ കച്ചവടക്കാരന്റെ കടയിൽ പോയിരുന്ന ഐസ്ക്രീം കുടിക്കാനാണോ? ഉറൂസ് മുബാറക്കിലേക്ക് വരുന്ന വഴിയിലിരുന്ന് പകിട കളിക്കാനും പഞ്ചീസ് കളിക്കാനും വർത്തമാനങ്ങൾ പറയാനുമാണോ? അല്ല. നല്ല സദുദ്ദേശം ഒരു മനസ്സിൽ വെച്ചിട്ടൊരു മനുഷ്യൻ ഈ ഇൽമിന്റെ മജ്ലിസിലേക്ക് പുറപ്പെട്ടു വന്നാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മണൽത്തരികൾ മുതൽ ആകാശഭൂമികളിലുള്ള എല്ലാ ജീവജാലങ്ങളും ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവേ ഇൽമുദ്ദേശിച്ച് പുറപ്പെട്ടു വന്ന ഈ മനുഷ്യന് നീ പൊറുക്കണേ നാഥാ. മണൽത്തരികൾ മുതൽ ഈ ആകാശഭൂമികളെല്ലാം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമാണോ? ഇൽമിന്റെ മജ്ലിസിന് നമ്മുടെ പഴയ കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഭൂരിപക്ഷ വർഗീയതയും മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയുമാണ്. വർഗീയതയ്ക്ക് മതമില്ല.
ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് വർഗീയതയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാര് ഈ മജ്‌ലിസിൽ ശ്രദ്ധിച്ച് കാതോർത്തിരിക്കണം. വർഗീയവാദിയുടെ മതം ഏതാണ്? വർഗീയവാദിയുടെ മതം വർഗീയവാദമാണ്. വർഗീയവാദിയുടെ പേര് ഹൈന്ദവ നാമമാണെങ്കിൽ അവനെ ഹിന്ദുത്വ വർഗീയവാദി എന്ന് വിളിക്കും. വർഗീയവാദിയുടെ പേര് മുസ്ലിം പേരാണെങ്കിൽ അവനെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കും. ഞാൻ ദയവായ ഒരു അപേക്ഷ പറയുകയാണ്, ഒരു മതത്തിലും തീവ്രവാദമില്ല. ഇവിടെ വർഗീയവാദിക്കൊരേ ഒരു മതമേ ഉള്ളൂ. അതെന്തു മതമാണ്? അത് വർഗീയവാദമാണ്. അവന്റെ മതം അത് ഭീകരവാദമാണ്. ലോകത്ത് നാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ഹൈന്ദവ സഹോദരന്മാരാണ്. ഹൈന്ദവ സനാതന മൂല്യങ്ങളുടെ അടിസ്ഥാനം ലോകത്തോട് പറയുന്നത് ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനമുണ്ടാകട്ടെ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സുഖമുണ്ടാകട്ടെ. വസുദൈവക കുടുംബം, ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിന്റെ കുടുംബമാണ് എന്ന ആദർശമാണ് ഹൈന്ദവ ദർശനങ്ങൾ ലോകത്ത് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരേ, മനുഷ്യരേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളൊരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ സമുദായങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ വർഗീയത കളിക്കാനല്ല, നിങ്ങൾ പരസ്പരം വിദ്വേഷം കൂടാനല്ല, പരസ്പരം കലാപങ്ങൾ ഉണ്ടാക്കാനല്ല, തച്ചു തകർക്കാനല്ല, തകർത്തു തരിപ്പണമാക്കാനല്ല. നിങ്ങൾ ഒരു ഉമ്മയുടെ മക്കളാണ്, ഒരു അമ്മയുടെ മക്കളാണ്, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ സമുദായങ്ങളുമാക്കിയത്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? പണക്കാരനല്ല, പ്രസംഗിക്കുന്ന മുസ്ലിയാരല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? വർഗീയതയില്ലാത്തവൻ, വിദ്വേഷമില്ലാത്തവൻ, അസൂയയില്ലാത്തവൻ, കാപട്യമില്ലാത്തവൻ, സംശുദ്ധമായൊരു ഹൃദയത്തിന്റെ ഉടമസ്ഥനാരോ, ഏറ്റവും കൂടുതൽ പ്രപഞ്ചാധിപതിയായ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാരോ, അവനാണ് നിങ്ങളിൽ ഏറ്റവും അത്യുത്തമൻ എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ഈ കേരളം, മഹാനായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവും സംഘവും വന്നപ്പോൾ ഇവിടെ ഭൂരിപക്ഷവും അമുസ്ലിംകളായ സഹോദരങ്ങളായിരുന്നു, ഹൈന്ദവരായ സഹോദരങ്ങളായിരുന്നു. മഹാനായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും സ്വീകരിച്ചത് ഈ രാജ്യത്തെ ഹൈന്ദവരാണ്. ഇവിടെ പള്ളി വെക്കാൻ സ്ഥലം കൊടുത്തത് ഈ രാജ്യത്തെ ഹൈന്ദവരാണ്. നമ്മുടെയൊക്കെ മുൻഗാമികൾ ആരാണ്? മക്കയിൽ നിന്ന് വന്നവരല്ല, മദീനയിൽ നിന്ന് വന്നവരല്ല. പിന്നെയോ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വന്ന ഇസ്ലാമിക പ്രബോധകന്മാരുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ അവരുടെ ജീവിതം കണ്ടിട്ട് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. എന്റെ പിതാവ് ബദറുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പിതാവ് അലിയാരി കുഞ്ഞെന്നവർ, അലിയാരി കുഞ്ഞിന്റെ പിതാവ് മുഹമ്മദ് കുഞ്ഞിലബ്ബ എന്നവർ, മുഹമ്മദ് കുഞ്ഞിലബ്ബയുടെ പിതാവ് കൊച്ചിക്ക കുഞ്ഞെന്നവർ, കൊച്ചിക്ക കുഞ്ഞെന്നവരുടെ പിതാവ് കൊച്ചിക്ക എന്നവർ. അവിടുന്ന് ഹൈന്ദവനായിരുന്നു. അവിടുന്ന് പൊന്നാനിയിൽ പോയി മതം മാറി
വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ പൂർവികരായ പിതാക്കൾ മുഴുവനും ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. വിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന, കീഴൂരിൽ മറപ്പെട്ട് കിടക്കുന്ന ശ്രേഷ്ഠനായ ഔലിയ, അവിടുത്തെ ജീവിതം കണ്ടിട്ട്, ആ മഹാന്റെ മഹത്വം കണ്ടിട്ട് ഈ രാജ്യത്തെ നമ്മുടെ പൂർവികരായ സഹോദരങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. നമ്മൾ ഈ മണ്ണിന്റെ മക്കളാണ്, നമ്മൾ ഈ രാജ്യത്തിന്റെ സന്തതികളാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മഹാനായ കുഞ്ഞായി മുസ്ലിയാരെയും മങ്ങാട്ടച്ഛനെയും അറിയുമോ? ഈ രാജ്യത്തെ സാഹോദര്യത്തിന്റെ പ്രതീകമാണ്. മഹാനായ മലപ്പുറത്ത് മറപ്പെട്ട് കിടക്കുന്ന മമ്പുറം തങ്ങളെ അറിയുമോ? ഈ മലബാറിന്റെ ആത്മീയ നേതൃത്വമായിരുന്ന മമ്പുറം മഖാമിൽ മറപ്പെട്ട് കിടക്കുന്ന ശ്രേഷ്ഠനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്ന ആത്മീയ ഗുരു, മലബാറിലെ മുഴുവനും ആത്മീയതയുടെ വെളിച്ചമായിരുന്ന മമ്പുറം തങ്ങൾ, ആ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനാരായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഹൈന്ദവ വിശ്വാസ ദർശനങ്ങളിൽ ജീവിച്ചിരുന്ന കോന്തുനായർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. നമ്മുടെ പാരമ്പര്യം സൗഹാർദ്ദത്തിൻ്റെതാണ്. നമ്മുടെ പഴമ മതസൗഹാർദ്ദത്തിൻ്റെതാണ്, ഒരുമയുടേതാണ്, സ്വരുമയുടേതാണ്. സഹോദരാ, മൈസൂർ നാടുവാഴിയായിരുന്ന ഹൈദരാലിയുടെ പ്രിയപ്പെട്ട മകൻ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ, ഇന്ത്യ രാജ്യത്ത് മൈസൂർ നഗരം, മൈസൂർ പട്ടണത്തിലെ രാജാവായിരുന്നു. മുസ്ലിമായിരുന്ന ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയുടെ പ്രധാനമന്ത്രി ഹൈന്ദവനായിരുന്നു. ആ മന്ത്രി കസേരകളിൽ പലരും ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. 800 കൊല്ലമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചത്. എത്ര കൊല്ലമാണ്? 800 കൊല്ലം. 800 കൊല്ലം മുഗൾ ചക്രവർത്തിമാർ, മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചിട്ട് വാളെടുത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ കഴുത്തിൽ വെച്ചിട്ട് വിളിക്കടാ, അല്ലാഹു അക്ബർ എന്ന് വിളിക്കടാ എന്ന് ഒരു മുഗൾ ഭരണാധികാരിയും പറഞ്ഞില്ല. 800 കൊല്ലം, 8 നൂറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച ഒരു മുഗൾ ചക്രവർത്തിയും ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയില്ല. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ നിർബന്ധിത മതപരിവർത്തനമില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമ്മളെന്ന പുതിയ ഇന്ത്യയിൽ ജീവിക്കുകയാണ്. ഈ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഭീതിജനകമാണ്, പേടിപ്പിക്കുന്നതാണ്. തട്ടമിട്ട് പോകുന്ന പെണ്ണിനോട് ആ തട്ടം അഴിച്ചു വെക്കാൻ പറയുന്ന വർഗീയവാദികൾ വാഴുന്ന രാജ്യമാണിത്. പോരാ, തൊപ്പി വെച്ചു പോകുന്ന, നടന്നു പോകുന്ന മുസൽമാനെ കുത്തിന് പിടിച്ചിട്ട് വിളിക്കടാ, ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിക്കടാ എന്ന് വർഗീയവാദികൾ പറയുന്ന ലോകമാണിത്. ലോകത്തൊരിടത്തും ഒരു മുസ്ലിം ഭരണാധികാരിയും മുസ്ലിമേതര ജനങ്ങളോട് ഇങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ചെയ്യുന്നവർ ഏതെങ്കിലുമൊക്കെ മുസ്ലിം പേരുകളുള്ള തീവ്രവാദികൾ നിരപരാധികളെ വേട്ടയാടുന്നുവെങ്കിൽ അത് ഇസ്ലാമല്ല. ഏതെങ്കിലുമൊക്കെ ഹൈന്ദവതയുടെ പേര് പറഞ്ഞ് ഇവിടെ വർഗീയവാദികൾ അഴിഞ്ഞാട്ടം നടത്തുന്നുവെങ്കിൽ അതിന് ഹൈന്ദവ ദർശനങ്ങളുമായി ബന്ധമില്ല. ലോകത്ത് ഹൈന്ദവ ദർശനം എന്താണ് പഠിപ്പിച്ചത്? ഹൈന്ദവ ദർശനങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണ് രാമായണം. രാമായണത്തിന്റെ ആദ്യ വരികൾ ലോകത്തോട് പ്രഘോഷിച്ചത് മാനിഷാദ മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമഹ യത്രൗഞ്ചമിഥുന ദേഗമവതി കാമമോഹിതം. അതാ വ്യാസമുനി സരയൂ നദീതീരത്ത് ഏകാഗ്രനായി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വാൽമീകി മഹർഷി തന്റെ കണ്ണിൽ കാണുന്നത് ഒരു മലവേടൻ തന്റെ ആവനാടിയിൽ നിന്നും മൂർച്ചയേറിയ അമ്പെടുത്ത് വില്ലുകുലച്ച് വൃക്ഷശിഖരത്തിൽ 2 ഇണക്കുരുവികൾ ഇരിക്കുകയാണ് സല്ലപിച്ചുകൊണ്ട്. ആ ഇണക്കുരുവികളിൽ ഒന്നിന്റെ നേരെ
മലവേടൻ വില്ല് കുലച്ചപ്പോൾ ഇത് കണ്ട വാൽമീകി മഹർഷി പറഞ്ഞു, മാനിഷാധ, അരുതു കാട്ടാള, കൊല്ലരുത്. മാനിഷാധ, മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമഹ യത്ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന രാമായണം ലോകത്തോട് പഠിപ്പിക്കുന്നത് ഒരു പക്ഷിയുടെ ജീവനെ പോലും അന്യായമായി ഹനിക്കാൻ പാടില്ലെന്നാണ്. ഒരു പക്ഷിയുടെ ജീവനെ പോലും അന്യായമായി ഹനിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന രാമായണം നെഞ്ചിലേറ്റിയ യഥാർത്ഥ ഹൈന്ദവ സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിന് ഇവിടെ ആരെയും കൊല്ലാൻ കഴിയില്ല, ഇവിടെ ആരെയും തല്ലാൻ കഴിയില്ല. സഹോദരങ്ങളെ, അവരുടെ അടിസ്ഥാനം ലോകത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയാണോ ഇപ്പോഴത്തെ ഇന്ത്യ? ഇന്ത്യയല്ല. ഇന്ന് ഇന്ത്യ വർഗീയതയുടേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംശയമാണ്, പരസ്പരം വിരോധമാണ്, പരസ്പരം വിദ്വേഷമാണ്. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ വർഗീയതയുള്ള ഇന്ത്യയല്ല, വിദ്വേഷമുള്ള ഇന്ത്യയല്ല. അത് മതേതരത്വത്തിന്റെ ഇന്ത്യയാണ്, ജനാധിപത്യത്തിന്റെ ഇന്ത്യയാണ്, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഇന്ത്യയാണ്. ആ മഹാത്മജി ഡൽഹിയിൽ വന്നാൽ എവിടെയാണ് താമസിച്ചിരുന്നത്? അവിടുത്തെ ജീവിതകാലത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥം നിലനിൽക്കുന്ന ഡൽഹിയിൽ വരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി താമസിച്ചിരുന്നത് ബിർള ഹൗസിലായിരുന്നില്ല, അലി ബ്രദേഴ്സിന്റെ വീട്ടിലായിരുന്നു. ആരാണ് അലി ബ്രദേഴ്സ്? മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും വീട്ടിലാണ്. മുസ്ലിം ആചാരങ്ങളിൽ വിശ്വസിച്ചിരുന്ന, 5 നേരം കൃത്യമായി നിസ്കരിച്ചിരുന്ന മഹാനായ മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും വീട്ടിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധി ഡൽഹിയിൽ വന്നാൽ താമസിച്ചിരുന്നത്. അവിടുത്തേക്ക് ബിർള ഹൗസിൽ പോയി താമസിക്കാമായിരുന്നു, പക്ഷേ അവിടുന്ന് പോയില്ല. അവിടുന്ന് അലി ബ്രദേഴ്സിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അലി ബ്രദേഴ്സിന്റെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ ബീഗം, ആ മാതാവ് മഹാത്മജിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ആ വീട്ടിൽ ഒരുക്കി വെക്കുമായിരുന്നു. ഏതാണ് ആ മാതാവ്? അലി ബ്രദേഴ്സ് പാശ്ചാത്യ രാജ്യത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകാനൊരുങ്ങിയപ്പോൾ ആ മാതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഒരു വസിയത്ത് ഞാൻ നിന്നോട് പറയുകയാണ്. ആധുനിക വിദ്യാഭ്യാസങ്ങളുടെ പേരിൽ അല്ലാഹുവിനെ വലിച്ചെറിയുന്ന, ഈ പരിശുദ്ധ ദീനിനെ വലിച്ചെറിയുന്ന, മഹാന്മാരെ വലിച്ചെറിയുന്ന ധിക്കാരികളായ ആളുകളുള്ള കാലമാണിത്. കാതു കൂർപ്പിച്ച് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. സഹോദരങ്ങളെ, അതാ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യത്തേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാനൊരുങ്ങുന്ന അലി ബ്രദേഴ്സിനെ വിളിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, എന്റെ മോനോട് ഞാനൊരു വസിയത്ത് ചെയ്യുകയാണ്. നീ പോകുന്നത് പാശ്ചാത്യൻ രാജ്യങ്ങളിലേക്കാണ്. അവിടെ നീ എവിടെ പഠിക്കാൻ പോയാലും, ഏത് സർവകലാശാലയിൽ പഠിക്കാൻ പോയാലും, പൊന്നുമോനെ, ഈ ഉമ്മ നിനക്ക് തരുന്നൊരു ഉപദേശം, ഒരൊറ്റ ദിവസവും നീ തഹജ്ജുദ് മുടക്കാൻ പാടില്ല. ഒരു ദിവസം പോലും നീ തഹജ്ജുദ് മുടക്കാൻ പാടില്ല. 5 നേരത്തെ നിസ്കാരം ഏതായാലും ഫർളാണ്, പക്ഷേ തഹജ്ജുദ് സുന്നത്താണ്. ഈ മാതാവ് പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ തഹജ്ജുദ് മുടക്കരുതെന്ന്. ഇങ്ങനെ തന്റെ മക്കളെ ഉപദേശിച്ച അലി സഹോദരന്മാരുടെ മാതാവായ ഫാത്തിമ ബീവിയുടെ വീട്ടിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ, ഡൽഹിയിൽ വരുമ്പോൾ താമസിക്കാൻ വരുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ മുസൽമാനായി വേണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കാൻ. ഒരു യഥാർത്ഥ മുസൽമാനായിട്ട് വേണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കാൻ. സ്വന്തം നൊന്തുപെറ്റ മാതാവ് ഒരു തീവ്രവാദി ഈ രാജ്യത്ത് ഇന്ത്യൻ സേനയോട് പടപൊരുതി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ മാതാവ് പറഞ്ഞു,
ആ മകന്റെ ജനാസ എനിക്ക് കാണണ്ട. സ്വന്തം രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തിയ മകന്റെ ജനാസ കാണണ്ട എന്ന് പറഞ്ഞ ആ മാതാവ് പഠിച്ചത്, ആ മാതാവ് നിസ്കരിക്കുന്ന മാതാവാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മാതാവാണ്, പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന മാതാവാണ്. ആ മാതാവിന്റെ മഹിതമായ ആദർശമാണ് എന്റെ നെഞ്ചിലുള്ളത്, നിങ്ങളുടെ നെഞ്ചിലുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ നാട്ടിൽ ഹൈന്ദവർ ജീവിക്കണം, ഈ നാട്ടിൽ ക്രൈസ്തവൻ ജീവിക്കണം, ഈ നാട്ടിൽ മുസൽമാൻ ജീവിക്കണം, ഈ നാട്ടിൽ ജൈനനും പാഴ്സിയും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം. ഭീമറാവു അംബേദ്കർ എന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ സ്വപ്നം കണ്ട ഇന്ത്യ അങ്ങനെ മനോഹരമായ ഒരു ഇന്ത്യയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ ആ മനോഹരമായ ഇന്ത്യയാണ്. അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം സ്വപ്നം കണ്ട ഇന്ത്യ സ്നേഹത്തിന്റെ ഇന്ത്യയാണ്. സഹോദരങ്ങളെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന അബുൽ കലാം ആസാദുമെല്ലാം സ്വപ്നം കണ്ടത് വർഗീയതയുടെ ഇന്ത്യയല്ല, സ്നേഹശൂന്യതയുടെ ഇന്ത്യയല്ല, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത നാഥുറാം വിനായക് ഗോഡ്സെ ആരാധിക്കുന്ന ധിക്കാരികളുടെ ഇന്ത്യയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ജനാധിപത്യം പുലരേണ്ടതുണ്ട്, ഇവിടെ മതേതരത്വം പുലരേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പടപ്പട്ടികളോട് പോരാട്ടം നടത്തി നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സുകൾക്കുള്ളിൽ ചവിട്ടി മതിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരന്റെ നിറത്തോക്കുകൾക്ക് മുന്നിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ മുൻഗാമികൾ പോരാട്ടം നടത്തിയപ്പോൾ ആ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് അവന്റെ ഷൂ നക്കിയ വർഗീയവാദികളുടെ രാജ്യമല്ല നമ്മുടെ ഇന്ത്യ രാജ്യം. നിങ്ങൾക്ക് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിനെ പറ്റി അറിയുമോ? എന്റെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ, സമകാലിക ഇന്ത്യയെ പറ്റിയും സമകാലിക സാഹചര്യങ്ങളെ പറ്റിയും ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസുകളിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച് ഒന്നും അറിയാത്ത മന്ദബുദ്ധികളെ പോലെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗ് അറിയുമോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചാബിലെ അമൃത്സറിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. 4 ചുവരുകൾ കൊണ്ട് മൂടപ്പെട്ട മതിലുകൾക്കകത്ത് ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഹൈന്ദവന്മാരും ക്രൈസ്തവന്മാരും എല്ലാം കൂടി അവിടെ ഒരുമിച്ചുകൂടി. ബ്രിട്ടീഷ് ജനറലായിരുന്ന ജനറൽ ഡയറിന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ കൂടിയ ആയിരങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. ആ വെടിയേറ്റ് ഈ രാജ്യത്തെ മുസൽമാന്മാർ പിടഞ്ഞു മരിച്ചു. ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാർ പിടഞ്ഞു മരിച്ചു. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ നിന്നൊഴുകി വന്ന രക്തത്തിന് ഹൈന്ദവന്റെ മണമില്ലായിരുന്നു, ക്രൈസ്തവന്റെ മണമില്ലായിരുന്നു, മുസൽമാന്റെ മണമില്ലായിരുന്നു. പക്ഷേ ഇന്ത്യക്കാരന്റെ മണമുണ്ടായിരുന്നു, ഇന്ത്യക്കാരന്റെ മണമുണ്ടായിരുന്നു, ഇന്ത്യക്കാരന്റെ മണമുണ്ടായിരുന്നു. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മൾ ഇന്ത്യക്കാരായി ഈ രാജ്യത്ത് ജീവിക്കേണ്ടതുണ്ട്. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹമാരാ, സാരേ ജഹാ സെ അച്ഛാ. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും മനോഹരമായ രാജ്യമാണ്. നമുക്ക് വേണ്ടത് കലാപങ്ങളല്ല, നമുക്ക് വേണ്ടത് വർഗീയതയല്ല, നമുക്ക് വേണ്ടത് വിദ്വേഷമോ ശത്രുതയോ അല്ല. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്, അതതിന്റെ മൂർധന്യതയിൽ നിൽക്കുകയാണ്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിൽ വേണം. നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. അടുപ്പ് ഗ്യാസിന്റെ വില അത് തീ പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയലാണ്.
സഹോദരങ്ങളെ, ഇന്ധനവില രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ മീഡിയകൾക്ക് ചർച്ച ചെയ്യാൻ നേരമില്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ചർച്ച ചെയ്യാൻ നേരമില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ ഇപ്പോഴും വർഗീയതയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലില്ലായ്മ പറയാനോ, ഇവിടുത്തെ ലക്ഷോപലക്ഷം യുവാക്കൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നത് പറയാനോ ഇവിടെ രാഷ്ട്രീയക്കാരില്ല. ഇവിടെ കോടാനകോടി മനുഷ്യന്മാർക്ക് ഈ രാജ്യത്ത് പാർപ്പിടങ്ങളില്ല. സഹോദരങ്ങളെ, പ്രാഥമിക ആവശ്യ നിർവഹണം നടത്താൻ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം കോടാനകോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. അങ്ങനെയുള്ള ഈ രാജ്യത്ത് വർഗീയതയുടെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കുകയാണ്. നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്. മതേതര പാർട്ടികളുടെ പേരിൽ നടന്ന മൃദുല വർഗീയതയും ഫാസിസ്റ്റ് പാർട്ടികൾ നടത്തിയ തീവ്ര വർഗീയതയും ഈ രാജ്യത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. നമുക്ക് വർഗീയതയില്ല, നമുക്ക് വിദ്വേഷമില്ല, നമുക്ക് ഭിന്നതയില്ല. നമുക്ക് ഈ രാജ്യത്തെ പൗരന്മാരോട് മുഴുവനും സ്നേഹമാണ്. ഈ രാജ്യത്തോട് നമുക്ക് സ്നേഹമാണ്. ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മൾ പിറന്ന രാജ്യം, നമ്മൾ ജീവിക്കുന്ന രാജ്യം. നമ്മൾ ഇനി അഥവാ മരിച്ചു വീഴേണ്ടി വന്നാൽ നമ്മുടെ മുൻഗാമികൾ കീഴൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടപ്പുണ്ട്. അതുപോലെ നമ്മൾ ഈ രാജ്യത്ത് തന്നെ മരിച്ചു വീഴും. നമ്മൾ ഈ രാജ്യത്തെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും വേണ്ടി ജീവിക്കുന്നവരാകണം. സഹോദരങ്ങളെ, നമ്മുടെ കേരളം അതിമനോഹരമായ നാടാണ്. ഇവിടെ കോവിഡ് വന്നു, നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രതിരോധിച്ചു. ഇവിടെ പ്രളയങ്ങൾ വന്നില്ലേ? ഈ കാസർഗോഡ് കീഴൂരിൽ നിന്ന് പ്രളയം ബാധിച്ച എറണാകുളത്തേക്ക് ഈ നാട്ടിൽ നിന്നും ആളുകൾ സഹായവുമായിട്ട് പോയില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അങ്ങ് തെക്കൻ കേരളത്തിൽ എറണാകുളത്തും ആലപ്പുഴയിലും പ്രളയത്തിൽപ്പെട്ട, കോട്ടയത്ത് പ്രളയത്തിൽപ്പെട്ട പാവങ്ങളെ സഹായിക്കാൻ കാസർഗോഡ് ജില്ലക്കാരായ നിങ്ങൾ പണം കൊടുത്തിട്ടില്ലേ? ഇവിടുന്ന് വളണ്ടിയേഴ്സ് പോയിട്ടില്ലേ? ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം. ഇത് സൗഹാർദ്ദത്തിന്റെ നാടാണ്. ഇത് ഒരുമയുടെ നാടാണ്. ഇത് സ്വരുമയുടെ നാടാണ്. സഹോദരങ്ങളെ, ഹിന്ദുവായ അയ്യപ്പന്റെയും മുസ്ലിമായ ബാബർ സ്വാമിയുടെയും ചരിത്രമുള്ള നാടാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ശബരിമല സീസണിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അതാ ഇരുമുടിക്കെട്ടുകളും കറുത്ത വസ്ത്രങ്ങളും രുദ്രാക്ഷവും അണിഞ്ഞിട്ട് പോകുന്നത് എവിടേക്കാണ്? അവർ ആദ്യമായി കടന്നു ചെല്ലുന്നത് അകലെ ശബരിമല എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു മുസ്ലിമായ ബാബർ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിലുള്ള പള്ളിയുണ്ട്. ആ ബാബർ സ്വാമിയുടെ പള്ളിയിൽ പോയി പേട്ട തുള്ളിയിട്ടാണ് ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആരാധനാലയമായ ശബരിമലയിലേക്ക് പോകുന്നത്. ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദമാണ്. ഇവിടെ ആര് വിചാരിച്ചാലും ഒരിക്കലും ഭിന്നിപ്പിക്കാൻ കഴിയില്ല. 32,000 പേരാണ് ഈ രാജ്യം വിട്ട് സിറിയയിലേക്ക് പോയെന്ന് ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചത്. എന്തായി പോയി? ഒടുവിൽ അവർ പറഞ്ഞു, അല്ല, 32,000 എന്ന് പറഞ്ഞത് കള്ളമായി പോയി, 3 പേരെ പോയിട്ടുള്ളൂ എന്ന്. അങ്ങനെ തിരുത്തി പറയിച്ചപ്പോൾ പറയേണ്ടി വന്നു അവർക്ക്. അതെന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വ ബഹുസ്വര സമൂഹത്തിന്റെ ഉത്തമ ബോധ്യമാണത്. ആ ബോധ്യം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വർഗീയവാദിയുടെ പരിപ്പും വേവുകയില്ല. ഇവിടെ ഒരു വിധ്വംസകവാദിയുടെ പരിപ്പും വേവുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ എത്ര നാണം കെടുത്തിയ ഒരു സ്റ്റോറിയാണ്. നമ്മുടെ രാജ്യത്തെ ഇത്രമേൽ നാണം കെടുത്തിയ ഒരു സപ്പോർട്ട്. 32,000 ആളുകൾ
ഈ രാജ്യത്ത് നിന്ന് ആടുമേക്കാനും ടെററിസത്തിലേക്കും വേണ്ടി പോയി എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആരായി? ഒരു കഴിവുമില്ലാത്ത, കഴിവുകെട്ട, ചുമതലാബോധമില്ലാത്തൊരു ഭരണാധികാരിയായി മാറിയില്ലേ? ഈ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തികളായില്ലേ? ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം വെറും പാഴായ മരങ്ങളായി പോയില്ലേ? അതല്ലേ വാസ്തവത്തിൽ ഇത് ചില ആളുകൾ പറയുന്നത് പോലെ കേരള സ്റ്റോറി ഈ മുസ്ലിമീങ്ങളെ മാത്രമല്ല അപമാനിച്ചത്, കേരളത്തെ മാത്രമല്ല, കേരളത്തിലെ ഭരണാധികാരികളെ, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ, മുഖ്യമന്ത്രിയെ, കേരള സർക്കാരിനെ, ഇവിടുത്തെ DGPയെ, ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തെ മുഴുവനും അപഹസിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന മൂവി ഇവിടെ റിലീസ് ചെയ്യുന്നത്. പോരാ, ഈ രാജ്യം, നമ്മുടെ കേരളം ഇന്ത്യയിൽപ്പെട്ടതാണ്. ഇവിടുത്തെ എയർപോർട്ട് സംവിധാനങ്ങൾ ഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 32,000 ആളുകൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് രാജ്യം വിട്ടു പോകണമെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സേനയുടെ അനുമതി വേണം. ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റി സമ്മതിക്കണം. ഈ ധിക്കാരികൾ 32,000 ആളുകൾ ഇന്ത്യയിലെ ഈ കേരളത്തിൽ നിന്ന് പോയെന്ന് പറയുമ്പോൾ ഈ 32,000 ആളുകൾ പോയത് ഇവിടുത്തെ പ്രധാനമന്ത്രിയെ മണ്ടനാക്കിയിട്ടാണോ? ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ മണ്ടനാക്കിയിട്ടാണോ? ഇവിടുത്തെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെയും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരുകളെയും നോക്കികുത്തുകളാക്കിയിട്ടാണോ? ഈ രാജ്യത്തെ പട്ടാളത്തെയും ഈ രാജ്യത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെയും നാണം കെടുത്തിയിട്ടല്ലേ പോയത്? ഈ രാജ്യത്തിന് മുഴുവൻ നാണക്കേടല്ലേ അത്? വോട്ട് പിടിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ രാജ്യത്തെ മുഴുവൻ നാണം കെടുത്തുന്ന ദുർഗതിയിലേക്ക് അത് അതപ്പതിച്ചു പോയി. സഹോദരങ്ങളെ, നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ ഇരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ആസൂത്രിതമായി ഇവിടെ പലതും നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് വിദ്വേഷം പരത്തുന്ന സിനിമയാണ്, എന്റെ പശ്ചിമ ബംഗാളിൽ ഈ സിനിമ വേണ്ട എന്ന് നട്ടല്ലോടെ തണ്ടല്ലോടെ പറയാൻ പശ്ചിമ ബംഗാളിലെ പെൺസിംഹമായ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചു. മതേതരത്വം പറയുന്ന, ജനാധിപത്യം പറയുന്ന ഈ കേരളം ഭരിക്കുന്ന ഭരണാധികാരിയോട്, മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നില്ലേ, ഇതെന്റെ കേരളമാണ്, ഇവിടെ വർഗീയത വേണ്ട, ഇവിടെ വിദ്വേഷം പരത്തുന്ന ഒന്നും കാണിക്കണ്ട എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? സഹോദരങ്ങളെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മതവിശ്വാസികളാണ്, നമ്മളെപ്പോഴും കരുതിയാണ് ഇരിക്കേണ്ടത്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാതൃക കീഴൂരിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാത്മാക്കളാണ്. അവരുടെ സൗഹാർദ്ദത്തിന്റെ വടുവൃക്ഷങ്ങളായിരുന്നു, അവർ സ്നേഹത്തിന്റെ തണൽ മരങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തൊരു മുസ്ലിമുമില്ലായിരുന്ന കാലത്ത് അത്തരത്തിലുള്ള മഹാന്മാരിവിടെ വന്ന് മനോഹരമായി ജീവിച്ചപ്പോൾ ഈ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളെല്ലാം അവരുടെ ജീവിതം കണ്ട്, ആ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആ മാതൃകയാണ് നമുക്ക് വേണ്ടത്. താനൂരിൽ ബോട്ടപകടം നടന്നു. താനൂരിൽ എന്തുകൊണ്ടാണ് ബോട്ടപകടം നടന്നത്? എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ആ ബോട്ട്, അതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്തു വച്ചിരിക്കുകയാണ്. ഇതെന്തൊരു നാടകമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ കളിക്കുന്നത്? ബോട്ട് അപകടമുണ്ടായി മരണപ്പെട്ടുപോയ രക്തസാക്ഷികളായ ആളുകൾക്ക് എന്താണ് ഇനി പകരം കൊടുക്കുക? സഹോദരങ്ങളെ, ആ ബോട്ടുടമയെ അറസ്റ്റ് ചെയ്തു വെച്ചത് കൊണ്ട് പരിഹാരമാകുമോ? അത് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടാണ്. ആദ്യമായി അറസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അനുമതി
അനുമതിയില്ലാത്ത ബോട്ടിന് സർവീസ് നടത്താൻ അനുമതി കൊടുത്ത, പേപ്പറുകൾ ശരിയാക്കി കൊടുത്ത ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അവന്മാർ വീട്ടിൽ നിന്ന് കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുടമയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഉപയോഗമില്ലാത്ത, യോഗ്യമല്ലാത്ത ബോട്ടിന് പെർമിഷൻ കൊടുത്തു. അവരെയാണ്, ആ ഉദ്യോഗസ്ഥന്മാരെയാണ് ആദ്യമായി ഒരു നട്ടലുള്ള ഇരട്ടച്ചങ്കുള്ള ഭരണാധികാരി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അവരെയാണ്, ബോട്ടുടമയല്ല. അയാൾ ഒരു പക്ഷേ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രതിപ്പട്ടികയിൽ വന്നേക്കാം. പക്ഷേ ബോട്ട് അപകടം നടന്ന സ്ഥലത്തെ ഒന്നാമത്തെ പ്രതി ആരാണ്? ആ ബോട്ട് അത് സർവീസിന് യോഗ്യമല്ലാത്തതാണ്. സർവീസിന് യോഗ്യമല്ലാത്ത ബോട്ടിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥന്മാരാണ് ഒന്നാമത്തെ പ്രതികൾ. ആ ഉദ്യോഗസ്ഥന്മാരെ കയ്യാമം വെച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൽത്തുറുങ്കിലടയ്ക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുമോ? ഇവിടുത്തെ DGP-മാർക്ക് സാധിക്കുമോ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് സാധിക്കുമോ? ഒരു പെട്ടിക്കട ഒരാൾ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ, ഒരു പെട്ടിക്കട ഒരാൾ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ, ആ പെട്ടിക്കടയ്ക്ക് വേണ്ടി പെർമിഷൻ തേടി നിങ്ങൾ എത്ര ഓഫീസുകൾ കയറിയിറങ്ങണം? സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ഉദ്യോഗസ്ഥ റൗഡികളുടെ മുന്നിൽ പോയി ഞാനും നിങ്ങളും ഓച്ചാനിച്ചു നിൽക്കണം ഒരു പെട്ടിക്കടയുടെ പെർമിഷൻ കിട്ടാൻ. അങ്ങനെയുള്ള നാട്ടിൽ സർവീസിന് യോഗ്യതയില്ലാത്ത ബോട്ടിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തന്റെ ഇടമുണ്ടാകണം. അല്ലാഹുവേ, മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാ. നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുമക്കളടക്കം താനൂരിലെ ബോട്ട് അപകടത്തിൽ നഷ്ടപ്പെട്ടുപോയ കുടുംബാംഗങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവർക്ക് മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അവരുടെ ഹൃദയങ്ങൾക്ക് സാന്ത്വനം നൽകണേ അല്ലാ. ഇന്ന് കേരളം വേറൊരു വാർത്ത കേട്ടത് വളരെ ഞെട്ടലോടെയാണ്. ഹൗസ് സർജൻസിക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയായ ഡോക്ടറെ ഒരാൾ കത്രികയ്ക്ക് കുത്തിക്കൊന്നിരിക്കുകയാണ്. അയാൾ ഇഞ്ചറി പറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്ത ആ ഒരു അമ്മയ്ക്ക്, ഒരു അച്ഛന്, ഒരേ ഒരു മകൾ, അമ്മയ്ക്കും അച്ഛനും ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൾ, ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി അവരെ ഹൗസ് സർജൻസിക്ക് ഡോക്ടർ MBBS-ന് പഠിക്കാൻ വിട്ടു മാതാപിതാക്കൾ. ആ പ്രിയപ്പെട്ട മകളെ കുത്തിക്കൊന്നിരിക്കുകയാണ്. ആരാണ് കൊലപാതകം ചെയ്തത്? ഒരു അധ്യാപകനാണ്. ഏതധ്യാപകൻ? LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ. LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ കഞ്ചാവിനും കള്ളിനും അടിമപ്പെട്ട ബോധമില്ലാത്ത ഒരുത്തൻ അവനായി ഡോക്ടറെ കുത്തിക്കൊന്നിരിക്കുകയാണ്. അന്നേരത്ത് ഈ രാജ്യത്തെ പോലീസുകാരുടെ കൈകൾ മാങ്ങ പറിക്കാൻ പോകുകയായിരുന്നു. അവരുടെ കയ്യിലുള്ള തോക്കുകൾ അത് കളിത്തോക്കുകളായി മാറുകയായിരുന്നു. ഒരു അമ്മയുടെ ആ വേദന, ഒരു അച്ഛന്റെ പ്രയാസം, എത്രമേൽ വലിയ പ്രയാസമാണത്. ആരാണതിന് സമാധാനം പറയുക? ആരാണതിന് സമാധാനം പറയുക? ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അവൻ ലഹരിക്കടിമയാണ്. ഇവിടെ ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ നടത്തുന്നു. ഈ രാജ്യത്തിന്റെ വരുമാനം പ്രധാനമായും ഒന്ന് കള്ള് കച്ചവടമാണ്, മറ്റൊന്ന് ലോട്ടറി കച്ചവടമാണ്, ചൂതാട്ടമാണ്, മറ്റൊന്ന് റോഡ് സൈഡുകളിൽ പതിയിരുന്ന്, റോഡിലെ വളവുകളിൽ പതിയിരുന്ന് പോലീസുകാർ സാധാരണക്കാരായ ആളുകൾ ബൈക്കിൽ വരുമ്പോൾ ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പെറ്റിയടിച്ചുണ്ടാക്കുന്ന സമ്പാദ്യമാണ്. അതാ കാറിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്ന സാധാരണക്കാരനെ പിടിച്ചു നിർത്തി നെക്കിക്കൊന്ന് പിഴിഞ്ഞു മേടിക്കുന്ന സമ്പാദ്യം കൊണ്ടാണ് നമ്മുടെ രാജ്യം അതിന്റെ വരുമാന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇതെന്തൊരു ഹതഭാഗ്യമായ അവസ്ഥയാണ് സഹോദരങ്ങളെ. ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുമ്പോൾ നമ്മൾ വിശ്വാസികളാണ്.
നമ്മുടെ ഖൽബിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അല്ലാഹുവിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം. നമ്മുടെ മതം വിശുദ്ധ ഇസ്ലാമാണ്. നമ്മുടെ മതവേദ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകേണ്ടതുണ്ട്. ആ ഖുർആനുമായി നമുക്ക് വളരെ നല്ല ബന്ധം നമുക്ക് വേണ്ടതുണ്ട്. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ കാരണക്കാരാരാണ്? നമ്മളാകുന്ന രക്ഷിതാക്കളാണ്. ഞാൻ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അവിടെ വിശുദ്ധമായ ഖുർആൻ എന്നോടൊപ്പം പഠിക്കാൻ വരുന്ന ഉസ്താദിന്റെ അടുക്കൽ പഠിക്കാൻ വരുന്നതാരാണ്? ബെൽജിയംകാരനായ 85 വയസ്സ് പ്രായമുള്ള ഡോക്ടറായി തന്റെ നാട്ടിൽ സേവനം ചെയ്തിരുന്ന ഗൈനക്കായിരുന്ന മനുഷ്യൻ. അയാൾ വിശുദ്ധ ഇസ്ലാമിനെ പഠിച്ചിട്ട് ഖുർആൻ പഠിക്കാനായി ഈജിപ്തിൽ വന്നിരിക്കുകയാണ്. അയാളുടെ പ്രായം 85 വയസ്സാണ്. എന്റെ മജ്ലിസിൽ 50 വയസ്സുകാരില്ലേ, 60 വയസ്സുകാരില്ലേ, 70 വയസ്സുകാരില്ലേ? നമുക്കെപ്പോഴെങ്കിലും തെറ്റുകൂടാതെ ഒന്ന് ഫാത്തിഹ ഓതാൻ പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്കെല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്കെല്ലാ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരേ ഒരു വിജയത്തിന്റെ മാർഗമേ ഉള്ളൂ. അത് കലോഷ്നിക്കോവ് തോക്കല്ല, പൈസർ കട്ടർ ബോംബല്ല, ബങ്കർ ബ്ലസ്റ്റർ അല്ല, ടോമോഹോക്ക് മിസൈലല്ല. അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനാണ് നമ്മുടെ ആയുധം. ആ ഖുർആനാണ് നമ്മുടെ ജീവിതം. ആ ഖുർആനാണ് നമ്മുടെ ജീവിതത്തെ ബാസുരമാക്കേണ്ടത്. ആ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം. എങ്ങനെയാണ് ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നത്? ആ ഖുർആനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാനും പഠിക്കാനും തയ്യാറാകണം. ലോകത്തോട് ഖുർആൻ, ലോകത്ത് അന്ന് ഖുർആൻ അത്ഭുതമായിരുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഖുർആനെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിലും ഖുർആൻ അത്ഭുതമാണ്. കാരണം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ ലോകത്തോടൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. എന്താണ് ഖുർആൻ നടത്തിയ വെല്ലുവിളി എന്നറിയുമോ? ഈ വിശുദ്ധ ഖുർആൻ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണെന്ന്, അവിടുന്ന് സ്വമേധയാ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഖുർആൻ ഉണ്ടാക്കിക്കൊണ്ടുവരുവീൻ. കീഴൂരിൽ എന്റെ മഖാമുറൂസിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആനുകാലിക സംഭവങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. വിശുദ്ധമായ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. ഖുർആനെ പറ്റിയുള്ള നിങ്ങളുടെ വിശ്വാസം എന്താണ്? അത് മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയതാണെന്നാണോ? ആകാശഭൂമികൾ വടച്ച പടച്ചവങ്കൽ നിന്നുള്ളതല്ല എന്നാണോ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുർആൻ പോലത്തൊരു ഖുർആൻ
നിങ്ങൾ കൊണ്ടുവരൂ എന്ന് 1400 കൊല്ലങ്ങളായി വിശുദ്ധ ഖുർആൻ ലോകത്തോട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ലോകത്തൊരുപാട് ബുദ്ധിമാന്മാര് കടന്നുപോയി, ലോകത്തൊരുപാട് വിചാരധാരാ വിചക്ഷണന്മാര് കടന്നുപോയി, അവരാരും ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കീഴൂരിലെ ഈ കുഗ്രാമത്തിലും ആ വെല്ലുവിളി ഉയർന്നു കേൾക്കുകയാണ്. തന്റെ ഇടമുള്ളവരുണ്ടോ? ധൈര്യമുള്ളവരുണ്ടോ? ആണത്തമുള്ളവരുണ്ടോ? ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്നവരുണ്ടോ? വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറയുന്നവരുണ്ടോ? എന്നാൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുവീൻ. വേണ്ട, 6000-ൽ ചില്വാനം ആയത്തുകളുള്ള 114 അധ്യായമുള്ള ഒരു വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൊണ്ടുവരണമെന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണെന്നറിയുമോ? സൂറത്തുൽ കൗസറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ ഈ ഖുർആൻ കള്ളമായി തീരുന്നതാണ്, ഇസ്ലാം കള്ളമായി തീരുന്നതാണ്. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കള്ളപ്രവാചകനാകുന്നതാണ്. കീഴൂരിൽ മറവെട്ട് കിടക്കുന്ന മഹാന്മാർ അവർ കള്ളന്മാരാകുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? ബോംബുണ്ടാക്കണ്ട, കത്തിയുണ്ടാക്കണ്ട, തോക്കുണ്ടാക്കണ്ട. ഇസ്ലാം തകർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസർ പോലത്തെ ഒരധ്യായത്തെ ആരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ ഇന്ന് ഇസ്ലാം ലോകത്ത് തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്നതാണ്. ഇന്നുവരെ ഒരു മാതാവിന്റെ മകനും അത് കൊണ്ടുവന്നിട്ടില്ല, ഒരു പിതാവിന്റെ മകനും അത് കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകം അവസാനിക്കുന്ന കാലം മുഴുവനും അതൊരാൾക്കും കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല. സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഖുർആൻ അത് നമ്മുടെ ജീവിതമാകേണ്ടതാണ്. നമ്മുടെ ചലന നിശ്ചലനങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഖുർആനാണ്. നമ്മൾ എന്താണ് ധരിക്കേണ്ടത്, നമ്മൾ എന്താണ് കുടിക്കേണ്ടത്, നമ്മൾ എന്താണ് കേൾക്കേണ്ടത്, നമ്മൾ എന്താണ് കാണേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ക്രയവിക്രയങ്ങൾ നടത്തേണ്ടത് എന്നെല്ലാം നമുക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? നമ്മുടെ ലൈഫ് കാറ്റലോഗാണ് വിശുദ്ധമായ ഖുർആൻ. അത് സത്യമാണ്. അതിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമായിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ഖുർആൻ പോലത്തൊരു ഖുർആൻ കൊണ്ടുവരാനാ. അത് വേണ്ട, ഖുർആൻ പോലത്തൊരെണ്ണം കൊണ്ടുവരണ്ട. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ പോലത്തൊരു അധ്യായം കൊണ്ടുവരാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു സത്യമാണ്, പുന്നാര നബിതങ്ങൾ സത്യമാണ്, വിശുദ്ധമായ ഖുർആൻ സത്യമാണ്, കീഴൂരിൽ മറവെട്ട് കിടക്കുന്ന മഹത്തുക്കൾ സത്യമാണ് എന്നതുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും അടക്കമുള്ള ഖുറൈശി പ്രമാണിമാർ, അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ഒരു വലിയ ഖുറൈശി പ്രമാണിയെ പോയി കാണുകയാണ്. സുബൈർ ഇബ്നു മുത്ഇം എന്ന് പറയുന്ന ഒരു വലിയ ഖുറൈശി പ്രമാണിയെ കാണുകയാണ്. അയാൾ ഒരു ക്രൈസ്തവ പാതിരിയാണ്.
ആ പാതിരിയോട് അബൂജഹൽ പറയുകയാണ്, ഓ സുബൈർ ബിൻ മുത്ഇം, നീ കഅബാലയത്തിന്റെ അടുക്കൽ ആ മതാഫിന്റെ അരികിലൂടെ പോകരുതേ. ആര് പറയുകയാണ്? അബൂജഹൽ പറയുകയാണ്. സുബൈർ ബിൻ മുത്ഇം എന്ന പാതിരിയോട്, ക്രൈസ്തവനായ പാതിരിയോട് പറയുന്നു, നീ ആ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക്, മതാഫിന്റെ ഭാഗത്തേക്ക് നടന്നു പോകരുത്. കാരണം അവിടെ ഇരുന്നു കൊണ്ട് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് പോയാൽ നിനക്ക് മുഹമ്മദ് നബിയുടെ ആ മരണം ഏറ്റുപോകുന്നതാണ്. അതുകൊണ്ട് നീ ഒരിക്കലും ആ കഅബാലയത്തിന്റെ ചാരേ, മതാഫിന്റെ ഓരേ നീ നടന്നു പോകരുതേ സുബൈർ ബിൻ മുത്ഇമേ എന്ന് അബൂജഹൽ പറഞ്ഞു കൊടുക്കുകയാണ്. സുബൈർ ബിൻ മുത്ഇം പറഞ്ഞു, എനിക്ക് ആ കഅബയുടെ ചാരത്തൂടെ വേണം നടന്നു പോകാൻ. അബൂജഹൽ പറഞ്ഞു, നിന്റെ രണ്ട് കൈകൾ നിന്റെ ചെവിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചേരെ, നീ രണ്ട് കരങ്ങൾ കൊണ്ടും നിന്റെ ചെവി ഇങ്ങനെ ഇറുക്കി പൊത്തിപ്പിടിച്ചേരെ, എന്നിട്ട് നീ കഅബാലയത്തിന്റെ ചാരത്തുകൂടെ നടന്നേരെ. മുഹമ്മദ് നബി പാരായണം ചെയ്യുന്ന ഖുർആൻ നീ കേൾക്കരുത് സുബൈർ ബിൻ മുത്ഇമേ. അയാൾ രണ്ട് ചെവികൾക്കിടയിലും തന്റെ വിരലുകൾ കുത്തിക്കയറ്റിയിട്ട് കഅബാലയത്തിന്റെ ചാരത്തുകൂടി നടന്നു പോകുകയാണ്. ആരംഭ പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وتسير الجبال سيرا. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്ത് തൂറിലെ അധ്യായങ്ങൾ തൂറെന്ന പർവ്വതത്തെ കൊണ്ട് തന്നെയാണ് സത്യം, എഴുതപ്പെട്ട ഗ്രന്ഥത്തെ കൊണ്ട് തന്നെയാണ് സത്യം, നിവർത്തിവച്ച തുകലിൽ അധിവാസമുള്ള മന്ദിരം തന്നെയാണ് സത്യം, ഉയർത്തപ്പെട്ട മേൽപ്പുരയാകുന്ന ആകാശത്തെ തന്നെയാണ് സത്യം, നിറഞ്ഞ സമുദ്രത്തെ തന്നെയാണ് സത്യം. നീ തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അത് തടുക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ആകാശം അതിശക്തമായി പ്രകമ്പനം കൊള്ളുന്ന ദിവസമാണ്. പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനഭ്രംശനം സംഭവിക്കുന്ന ദിവസമാണ്. ഫവൈലുൽ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. സത്യനിഷേധികളായ ആളുകൾക്ക് അന്നേ ദിവസം നാശമാണ് എന്നീ ആശയങ്ങളുള്ള സൂറത്തു തൂർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുബൈർ ബിൻ മുത്ഇം എന്ന് പറയുന്ന ക്രൈസ്തവനായ പാതിരി കഅബാലയത്തിന്റെ ചാരത്തുകൂടി മതാഫിന്റെ ഓരത്തുകൂടി നടന്നു പോകുന്നത്. മുഹമ്മദ് നബിയുടെ പാരായണം ഇങ്ങനെ ചെറുതായി അയാൾ കേൾക്കുന്നുണ്ട്. അയാളുടെ ചെവികളിൽ തിരികെ കയറ്റി വെച്ചിരുന്ന കരങ്ങൾ അയാൾ മെല്ലെ എടുക്കുകയാണ്. അന്നേരത്താ ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണ്. അതാ തൊട്ടപ്പുറത്ത് നിന്ന് അബൂജഹൽ നോക്കിക്കൊണ്ട് നിൽക്കവേ സുബൈർ ബിൻ മുത്ഇം എന്ന ക്രൈസ്തവനായ പാതിരി പുന്നാര നബി തങ്ങളുടെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. നബിയേ,
അവിടുന്ന് ഈ പാരായണം ചെയ്യുന്നത് സത്യവാചകങ്ങളാണ്. ഷഹാദത്ത് കലിമ എനിക്ക് പറഞ്ഞു തരൂ നബിയേ, എനിക്ക് ഷഹാദത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു തരൂ നബിയേ. ക്രൈസ്തവനായ പാതിരി ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട മാത്രയിൽ സഹോദരങ്ങളെ പുന്നാര നബിയുടെ കാൽക്കൽ വീഴുകയാണ്. അബൂജഹൽ തൊട്ടപ്പുറത്ത് നിന്ന് പറഞ്ഞതാണ്, നീ അതുവഴി പോകരുതേ മുത്തൈമേ. അബൂജഹൽ നോക്കിക്കൊണ്ട് നിൽക്കവേ അത് സംഭവിക്കുകയാണ്. ഇത് നമ്മുടെ ഖുർആനിന്റെ മാസ്മരികതയാണ്, ഇത് നമ്മുടെ ഖുർആനിന്റെ അത്ഭുതമാണ്, നമ്മുടെ ഖുർആനിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ്. അതാ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അബ്ദുറഹ്മാൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ അവിടെ രാജാവിന്റെ കൊട്ടാരത്തിൽ അബൂ സുഫിയാന്റെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞു, മുഹമ്മദ് നബി നമ്മുടെ ലാത്തയെയും ഉസ്സയെയും ഹുബലയെയും അയലയെയും നമ്മൾ ഇന്നലെ വരെ ആരാധിച്ചു വന്നിരുന്ന ആരാധനാ പാത്രങ്ങളെ മുഴുവനും മുഹമ്മദ് നബി തള്ളിപ്പറയുകയാണ്, പുതിയ അല്ലാഹുവിനെ പറ്റി സംസാരിക്കുകയാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് നബിയുടെ ആളുകൾക്ക് നിങ്ങൾ അഭയം കൊടുക്കരുതേ എന്ന് രാജാവിനോട് പോയി പറയുകയാണ്. എന്നാൽ അബൂ സുഫിയാൻ സംഘവും വന്ന കൊട്ടാരത്തിലെത്തിയ രാജാവ് അവിടെ മഹാനായ അബ്ദുറഹ്മാൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഹിജ്റ എത്തിയിട്ട് അവിടെ എത്തി അഭയം തേടി എത്തിയതാണ്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് രാജാവ് ചോദിച്ചു, നജ്ജാശി രാജാവ് ചോദിച്ചു, മുഹമ്മദ് നബി എന്താണ് നിങ്ങളോട് പറയുന്നത്? മുഹമ്മദ് നബി എന്താണ് നിങ്ങളോട് പറയുന്നത്? മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് എനിക്കൊരൽപ്പം പാരായണം ചെയ്ത് കേൾപ്പിക്കാമോ എന്ന് നജ്ജാശി രാജാവ് മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അന്നേരത്തെ മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ അത് മനോഹരമായി പാരായണം ചെയ്യുകയാണ്. കാഫ് ഹാ യാ ഐൻ സാദ്. അവർ പാരായണം ചെയ്ത സൂറത്ത് ഏതാണ്? അത് സൂറത്ത് മറിയമാണ്. സൂറത്ത് മറിയം. നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്, പാതിരിമാരുണ്ട്. നജ്ജാശി രാജാവ് ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചിരുന്നയാളാണ്. രാജകൊട്ടാരത്തിൽ വലിയ വലിയ ക്രൈസ്തവ പാതിരിമാരും പണ്ഡിതന്മാരും ഇരിപ്പുണ്ട്. രാജകൊട്ടാരത്തിൽ മന്ത്രി പുങ്കവന്മാരിരിപ്പുണ്ട്. അവരുടെ ഇടയിലേക്ക് നാട് വിട്ട് ഹിജ്റ വിട്ട് വന്ന മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. കാഫ് ഹാ യാ ഐൻ സാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك ربي شقيا. സുബ്ഹാനല്ലാഹ്. നജ്ജാശി രാജാവ് കരയുകയാണ്.
ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് നജാശി രാജാവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അത് ചാലിട്ടൊഴുകുകയാണ്. അദ്ദേഹം ആശ്ചര്യപ്പെട്ട് കേൾക്കുകയാണ്, ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഇതാരെ പറ്റിയുള്ള വർത്തമാനമാണ്? അവർ വിശ്വസിച്ചിരുന്ന ക്രൈസ്തവ മതത്തിലെ അവർ വിശ്വസിച്ചിരുന്ന മറിയം റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള അധ്യായമാണ് സൂറത്തു മറിയം. അതിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച ആ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ നജാശി രാജാവ് പറയുകയാണ്, ഇത് സത്യവാചകങ്ങളാണ്. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ പാതിരിമാർ മുഴുവനും പൊട്ടി കരയുകയാണ് ഈ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുപോയ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് അങ്ങകലെ ഈജിപ്തിൽ നിന്ന് ലോകം അറിയപ്പെട്ട ഏറ്റവും വലിയ ഖുർആൻ പാരായണ വിദഗ്ധനായ അതാ ഈജിപ്തുകാരനായ അബ്ദുൽ ബാസിത്ത് എന്നവർ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഉരുക്കു വനിതയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ഈജിപ്തുകാരനായ മിസ്രിന്റെ പൂങ്കുയിലെ ലോകത്ത് ഖുർആൻ പാരായണം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഹാത്മാവേ, ഈജിപ്തുകാരനായ അബ്ദുൽ ബാസിത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഇന്ദിര എന്ന ഉരുക്കു വനിത ആ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് പൊട്ടി കരഞ്ഞുപോയി. സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും ഖുർആൻ കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? എത്രയോ ആളുകൾ ഖുർആൻ കൈകൊണ്ട് എടുത്തിട്ട് വർഷങ്ങളായി, വിശുദ്ധ ഖുർആൻ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് വർഷങ്ങളായ ആളുകളുണ്ട്. ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ. ഖുർആൻ നമുക്ക് വായിക്കാൻ അറിയില്ല. ഖുർആൻ ഒതുവോടുകൂടി നമ്മൾ അതിനെ എടുക്കണം, അത് സുന്നത്താണ്. ആ ഖുർആൻ എടുത്ത് നമ്മൾ അതിനെ മുത്തം കൊടുക്കണം, അത് സുന്നത്താണ്. നമുക്കൊരു പക്ഷേ ഖുർആൻ ഓതാൻ അറിയണമെന്നില്ല ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഒരു പക്ഷേ നമുക്ക് ഖുർആൻ അതിന്റെ നിയമമനുസരിച്ച് പാരായണം ചെയ്യാൻ അറിയില്ലായിരിക്കും. പക്ഷേ നമുക്കൊരു കാര്യം അറിയാമല്ലോ, നമുക്ക് ആ ഖുർആൻ ഒതുവോടുകൂടി അത് എടുക്കാൻ പറ്റും, അതിൽ നമുക്ക് കണ്ണും നട്ടിരിക്കാൻ പറ്റും. വെറുതെ ഖുർആനിലേക്ക് നോക്കിയാലും ഇബാദത്താണ്. വെറുതെ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്താണ്. സഹോദരങ്ങളെ, ഖുർആന്റെ മേലിൽ സുഗന്ധം പുരട്ടൽ ഇബാദത്താണ്. ഖുർആന്റെ മേലിൽ സുഗന്ധം പുരട്ടാൻ നമുക്കത് പാരായണം ചെയ്യാൻ അറിയണമെന്നില്ല. നിങ്ങൾ ഇന്ന് വരെ ഖുർആന്റെ പുറത്ത് സുഗന്ധം പുരട്ടിയിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ കുറെ ഖുർആൻ ഇരിപ്പുണ്ട്. അതേതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് അതാരും എടുക്കാറില്ല, അതാരും ഓതാറില്ല. അതാരും ശ്രദ്ധിക്കാറില്ല. അത് വീട്ടിന്റെ ഏതോ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതാർക്കും വേണ്ടാതിരിക്കുകയാണ്. എത്രയോ പള്ളികളിൽ ഖുർആനുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, അതാരും എടുക്കാറില്ല. ചിലപ്പോൾ നമുക്കത് പാരായണം അറിയില്ലായിരിക്കാം. നമുക്കത് ഓതാൻ അറിയണമെന്നില്ല. നമുക്കത് കൈ കൊണ്ടെടുക്കാമല്ലോ, അത് സുന്നത്താണ്. അതോടുകൂടി വന്ന് പള്ളിയിൽ കയറി ഇരിക്കുന്ന ഖുർആൻ എടുക്കണം. അത് പൊടിയടിച്ചിരിക്കുകയാണെങ്കിൽ അത് തുടച്ചു വൃത്തിയാക്കണം, അതിൽ സുഗന്ധം പുരട്ടണം, അത് സുന്നത്താണ്. സഹോദരങ്ങളെ, അത് ഖുർആനിനെ ബഹുമാനിക്കലാണ്. നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ?
ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ, അതുമായി നമുക്കൊരാത്മബന്ധമുണ്ടാകണം. അങ്ങനെ ആത്മബന്ധമുണ്ടായാൽ വളരെ മനോഹരമായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മരിച്ച വീടുകളിൽ ചിലർ യാസീൻ ഓതുന്നത് കേട്ടിട്ടില്ലേ? KSRTC ബസ്സിൽ കയറി കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് പോകുന്ന വേഗതയിൽ വളരെ ഫാസ്റ്റായിട്ട് യാസീൻ ഓതുകയാണ്. അവർ ഓതുന്ന യാസീൻ അത് ഓതിക്കഴിയുമ്പോൾ ആ യാസീൻ ഓതിയതിന് കുറ്റത്തിനതിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. വളരെ സാവധാനത്തിൽ ഖുർആൻ അതിന്റെ പാരായണ ശാസ്ത്രമനുസരിച്ച് വേണം പാരായണം ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ എങ്ങാനും നിങ്ങൾ ഖുർആൻ പാരായണം പഠിപ്പിച്ചാൽ സുബ്ഹാനല്ലാഹ്, അതിന് വലിയ പ്രതിഫലമാണ്. അതിന് വലിയ പ്രതിഫലം നൽകും. നമുക്കൊരു പക്ഷേ പഠിക്കാൻ ഭാഗ്യമുണ്ടായില്ല, പഠിച്ചില്ല, വേണ്ട. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ, അതായത് ഖുർആൻ അത് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഉൽബിസ വാലിദാഹു താജൻ ഫിൽ ജന്ന. ഖുർആൻ നിങ്ങളുടെ മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മ വാപ്പ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ നിങ്ങൾ പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു മനോഹരമായ കിരീടം ധരിപ്പിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക്, മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് മനോഹരമായ ഒരു കിരീടം അല്ലാഹു ധരിപ്പിക്കുന്നതാണ്. ആ കിരീടം ഇങ്ങനെ അവർ ധരിച്ചിരിക്കുമ്പോൾ നബിമാരായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾ പോലും ആഗ്രഹിച്ചു പോകും, അല്ലാഹുവേ അതുപോലൊരു കിരീടം ഞങ്ങൾക്കുമില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അതുപോലൊരു കിരീടം, ഞങ്ങൾക്കും അതുപോലൊരു മനോഹരമായ കിരീടം നീ നൽകണേ അല്ലാഹ് എന്ന് മാതാപിതാക്കളുടെ തലയിൽ കിരീടം കാണുമ്പോൾ അവ മലക്കുകൾ, നബിമാർ, ഔലിയാക്കൾ അങ്ങനൊരു കിരീടം കിട്ടാൻ ആഗ്രഹിക്കുമെന്ന് താജുദാറെ മദീന മുഹമ്മദ് മുസ്തഫ ഹമലത്തുൽ ഖുർആൻ ഉറഫാഉ അഹ്ലിൽ ജന്ന. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്വർഗക്കാരായ ആളുകൾക്ക്, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മക്കൾ നേതാക്കന്മാരാകുന്നതാണ്. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഇവിടെ അവസാനിക്കും. നാളെ സ്വർഗത്തിൽ സ്വർഗീയ അഹ്ലുകാരായ ആളുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നേതൃത്വമാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങളുടെയും എന്റെയും പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാൽ നാളെ അവർ സ്വർഗത്തിൽ നേതാക്കന്മാരും ജേതാക്കന്മാരുമായിരിക്കും. മാത്രമല്ല മഅസഫറത്തിൽ കിറാമിൽ ബററാ, സഫറത്ത് കിറാം അൽ ബററ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം മലക്കുകളുണ്ട്. അല്ലാഹു വല്ലാതെ ആദരിച്ച ബഹുമാനിച്ച വിഭാഗമാണ്. ആ അല്ലാഹുവിന്റെ പ്രത്യേക ആദരവ് ലഭിച്ച ആളുകളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാൻ അല്ലാഹു അവസരം നൽകുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പഠിപ്പിക്കണം. അല്ലാഹു ഖുർആൻ പഠിച്ച ആളുകളെ പറ്റി എന്താണ് പറഞ്ഞത്? അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. ഖുർആൻ പഠിച്ച ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞത് അവർ അഹ്ലുല്ലാഹ്, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. ഖുർആനിന്റെ ആളുകൾ അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ കുടുംബക്കാരാകണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കണേ. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണേ. മാത്രമല്ല, അന്നഹു യശ്ഫഉ ലി അശ്റത്തിൻ മിൻ അഹ്ലിഹി,
ഖുർആൻ കാണാതെ പഠിച്ചൊരു മകൻ നിങ്ങൾക്കുണ്ടോ വാപ്പാ? ഖുർആൻ കാണാതെ പഠിച്ചൊരു മകള് നിങ്ങൾക്കുണ്ടോ ഉമ്മ? നാളെ പാരത്രിക ലോകത്ത് നമ്മളൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരു ഘട്ടമുണ്ട്. ആരും സഹായിക്കാനില്ലാതെ നമ്മളെല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഖുർആൻ മനപ്പാടമുള്ള മക്കളുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കരങ്ങളിൽ വന്ന് നിങ്ങളുടെ മക്കൾ പിടിക്കുകയാണ്. ഉമ്മാ, വാപ്പാ, വരൂ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം, സ്വർഗത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കരങ്ങളിൽ പിടിച്ച് പുന്നാര മക്കൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് ഖുർആനിന്റെ മഹത്വമാണ്, അത് ഖുർആനിന്റെ ശ്രേഷ്ഠതയാണ്. നമുക്ക് ആ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാകണം. വിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. നമ്മൾ എന്തു വേണം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അതിലെ അർത്ഥം ചിന്തിച്ചു പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഇവിടെ നമുക്ക് ഈ മഹല്ലിന് നേതൃത്വമായി ദാരിമി ഉസ്താദുണ്ട്. നമ്മൾക്ക് ഫാത്തിഹ എന്ന സൂറത്തിന്റെ അർത്ഥമറിയുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ ആ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട്, ഉസ്താദേ, ഞങ്ങൾ ഒരു ദിവസം 17 തവണയാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത്. 5 നേരം നിസ്കരിക്കുന്ന ഞാനും നിങ്ങളും ഒരു ദിവസം 17 തവണ നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും നമ്മൾക്ക് പഠിക്കണ്ടേ? അതിന് പഠിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരുടെ അടുക്കൽ പോയിട്ട്, ഉസ്താദേ, എനിക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ അടുക്കൽ നിന്നത് പഠിക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്കത് വലിയ നഷ്ടമാണ്. കാരണം നമ്മൾ കീഴൂര് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ മഗ്‌രിബിന് കൈകെട്ടുമ്പോൾ, ഇശാഇന് കൈകെട്ടുമ്പോൾ, സുബഹിക്ക് കൈകെട്ടുമ്പോൾ ഇമാം തുടക്കത്തിൽ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഒരു ദിവസം ഒരു മുഅ്മിൻ 17 തവണ നിർബന്ധമായി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് അല്ലാഹു ജീവിതം തന്നത്? നിങ്ങൾ 6000-ൽ ചിൽവാനമായത്തുകൾ പഠിക്കണ്ട, 114 അധ്യായങ്ങൾ പരിപൂർണമായും പഠിക്കണ്ട. പള്ളിക്കമ്മറ്റിക്കാര് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, കാരണവന്മാര് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നാട്ടിലെ നേതാക്കന്മാരും ജേതാക്കന്മാരും മുതലാളിമാരും പാവപ്പെട്ടവന്മാരും കൂലിപ്പണിക്കാരും വലിയ വലിയ കോടീശ്വരന്മാരും എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ അതിന്റെ അർത്ഥമെങ്കിലും പഠിച്ചിട്ടേ നമ്മൾ മരിക്കാവൂ. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുകയും അതോടൊപ്പം അതിന്റെ അർത്ഥം ചിന്തിക്കുകയും ചെയ്താൽ അതിന് വലിയ പുണ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് ഞാൻ ഓതിയ വിശുദ്ധമായ ഹദീസിന്റെ അർത്ഥം നിങ്ങളോട് പറയട്ടെ. വൈലുൻ അലാ മൻ ഖറഅഹാ ലം യതഫക്കർ ഫീഹാ. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചു വേണം നമ്മൾ പാരായണം ചെയ്യാൻ. അല്ലാതെ വെറുതെ പാരായണം ചെയ്താൽ അതിന് കുറ്റമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വൈലുൻ, ചില ആളുകൾക്ക് നാശം. അലാമൻ, ചില ആളുകൾക്ക് വൈലുൻ അലാമൻ, ചില ആളുകളുടെ മേൽ നാശമുണ്ട്. ഖറഅഹാ, അവർ ഖുർആനിനെ പാരായണം ചെയ്യുന്നു. വലം യതഫക്കർ ഫീഹാ, ആ ഖുർആനിന്റെ ആശയങ്ങളെ പറ്റി അവർ ആലോചിക്കുന്നതേയില്ല. അങ്ങനെ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമല്ല. അല്പമെങ്കിലും ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളില്ലേ, അവർക്ക് നിർബന്ധമായും ബാധ്യതയാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അതാ ആലു ഇംറാൻ സൂറത്തിൽ മനോഹരമായ അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു സഹാബി വന്നിട്ട് ആയിഷ ഉമ്മയോട് ചോദിച്ചു, ആയിഷ ഉമ്മ, നിങ്ങൾ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മറക്കാനാവാത്ത അനുഭവങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടോ ആയിഷ ഉമ്മ? മഹാനായ അതാ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്. അന്നേരത്ത് ആയിഷ ബീവി പറയുകയാണ്, തങ്ങളെ, എന്റെയും മുത്തുനബിയുടെയും ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം പറയാനുണ്ട്, ഞാനത് പറയട്ടെയോ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പാതിരാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ തപ്പി നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹയോട് മഹാനായ അതാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം പറയാമോ എന്ന്. മഹദി അവർകൾ പറഞ്ഞു, പറയാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അവിടുന്ന് ഇങ്ങനെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവം മുത്തുനബിക്കുണ്ട്. ഞാൻ അവിടുത്തെ എന്റെ കിടക്കയിലുണ്ടോ എന്നിങ്ങനെ തപ്പി നോക്കി ഒരു രാത്രിയിൽ. അന്നേരത്ത് പുന്നാര നബി തങ്ങളെ കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു വല്ലാത്ത തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. തേങ്ങി തേങ്ങി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. എന്താണ് മുത്തുനബി കരയുന്നതെന്നല്ലേ? അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്തു കരയുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്, അത് പുന്നാര നബി തങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് സുദീർഘമായി ആ ആയത്ത് ഓതി കരയുകയാണ്. അവിടുന്ന് പിന്നീട് സുജൂദിൽ പോയി എത്ര സുദീർഘമായിട്ടാണോ അവിടുന്ന് നിന്നത്, അതുപോലെ സുദീർഘമായി അവിടുന്ന് സുജൂദിലും ആ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാപകലുകളുടെ മാറിമറിച്ചിലുകളിൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുകളിൽ ചിന്തിക്കുന്ന ആളുകളെ, നിങ്ങൾക്കും എനിക്കും ദൃഷ്ടാന്തമുണ്ട്. സഹോദരങ്ങളെ, ചിന്ത എന്ന് പറയുന്നത് അത് വലിയൊരു ഇബാദത്താണ്. നമ്മൾ കടൽക്കരയിൽ പോയിരുന്ന് കാറ്റുകൊള്ളാൻ പോകാറില്ലേ? നമുക്കിവിടെ തൊട്ടടുത്തല്ലേ കടൽക്കരയുള്ളത്. ആ കടൽക്കരയിൽ കാറ്റുകൊള്ളാൻ വേണ്ടി പോയിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് കടല്. ആ കടൽ എന്തൊരു അത്ഭുതമാണ്! ഇത് പടച്ചവനെ നിന്റെ ദൃഷ്ടാന്തമാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നാൽ നമുക്ക് അല്ലാഹു നൽകുന്നത് വലിയ പ്രതിഫലമാണ്.
അങ്ങനെ കടൽ തീരത്ത് പോയിരുന്ന അള്ളാഹുവിനെ ചിന്തിച്ച് ആ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടിരുന്നാൽ അതിന് പടച്ചവൻ നമുക്ക് വലിയ പ്രതിഫലം തരുന്നതാണ്. ആ ചിന്തകൾക്ക് വലിയ പോരിശയാണ്. അതുകൊണ്ട് എന്തു വേണം? 5 നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരു മനുഷ്യനോട് അന്യായമായി പെരുമാറരുത്, ഒരു തങ്ങളെയും നമ്മൾ ചെറുതാക്കരുത്, ഒരു ആലിമിനെ പറ്റിയും നമ്മൾ മോശമായി വർത്തമാനം പറയരുത്, നമ്മൾ ഒരാളെ പറ്റിയും ഫിത്ന പറയരുത്, ഫസാദ് പറയരുത്. നിസ്കാരക്കാരായിരിക്കും, നോമ്പുകാരായിരിക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, നാട്ടിലെ വലിയ പ്രമാണിമാരായിരിക്കും, നാട്ടിലെ കാരണവന്മാരും നേതൃത്വങ്ങളുമായിരിക്കും. പക്ഷേ അവർ ദീനിന്റെ ആളുകളായി അറിയപ്പെടുമ്പോഴും ഫിത്നയ്ക്കും ഫസാദിനും ഒരു കുറവുമില്ലാത്ത ആളുകളായിരിക്കും. ഖുർആൻ പറഞ്ഞു, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണ് ഫിത്ന. അതുകൊണ്ട് ഒരാളെ പറ്റിയും ഫിത്ന പറയരുതേ, ഫസാദ് പറയരുതേ. നമ്മൾ പടച്ചവനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്.